LUC ഡെഫിനറ്റ്ലി ഒരു ബ്രീസി ഈ ഒരു ജോണറിൽ അത്ര വെബ് സീരീസ് നമ്മൾ കണ്ടിട്ടില്ല. നീരജിന്റെ കൂടെയും വളരെ ഈസി ആയിട്ടുള്ളൊരു കെമിസ്ട്രിയാണ്. ഹീസ് എ ഗ്രേറ്റ് ആക്ടർ. ഒരു ആർട്ടിസ്റ്റിന് എന്നൊരു നില എൻജോയ് എന്നുള്ളൊരു ആർട്ടിസ്റ്റ് ആണ്. ബട്ട് വെൻ ഹി കംസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ എനിക്ക് തോന്നുന്നു നീരജിനെ ഈ ഒരു ഫേസ് എല്ലാവരും മിസ് ചെയ്തു. ഇപ്പോൾ ഞാനിതിൽ ഗൗരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇറ്റ് വിൽ ഓൾവേസ് ബി സ്പെഷ്യൽ. ഇത് ഞാൻ ഒരിക്കലും മറക്കൂല, എൻ്റെ പേര് തന്നെയാണ്. ബുള്ളിങ്, സൈബർ ബുള്ളിങ് ഉണ്ട് ഡെഫിനറ്റ്ലി. നമ്മളൊരു എസ്പെഷ്യലി ഒരു ഫീമെയിൽ ആവുമ്പം ഓരോ ഫോട്ടോയിലെ കമൻസും പലതും ബാഡ് ടേസ്റ്റിലാണ്. പക്ഷെ ഒരു മെൻഷൻസ് ഉണ്ട് എനിക്ക് കിട്ടാറുള്ളത്, വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള മോഫ്ഡ് ഇമേജസ് ആയാലും പിന്നെ ഓരോ വീഡിയോസ് ആയാലും അത് ഐ ഡോണ്ട് നോ വാട്ട് ജോയ് ദേ ആർ ഗെറ്റിംഗ്. അതൊരു സൈക്കോളജിക്കൽ, ഐ തിങ്ക് ദേ ഓൾ നീഡ് ഹെൽപ്പ്. ഞാൻ നെഗറ്റിവിറ്റി അത്ര ഫോക്കസ് ചെയ്യാറില്ല. എനിക്ക് വരുന്ന പോസിറ്റീവ് കമൻസിനെ ഞാൻ കുറെ കൂടെ ഫോക്കസ് ചെയ്ത് അതിരിക്കട്ടെ എന്ന് പറയും. പക്ഷെ സിനിമാ ഭ്രാന്തനിൽ നിന്ന് കൂടെ ഉള്ളത് ഗൗരി ജി കിഷനാണ്. ഗൗരി, വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. ഹായ്. ഒരുപാട് സന്തോഷം വീണ്ടും കാണാൻ പറ്റി. നമ്മൾ തേർഡ് ടൈമാണ് ഇരിക്കുന്നത്. അതെ അതെ, ഒരുപാട്. എനിക്ക് ഞാൻ ഗൗരിയെ മീറ്റ് ചെയ്യുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന ഓരോന്നും എനിക്ക് ഓരോ മൈൽ സ്റ്റോൺ ആയിട്ട്. എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ, സെക്കൻഡ് ഒരു മെമ്മറബിൾ, ഇപ്പൊ അതും ഒരു വെബ് സീരീസിന്റെ. അങ്ങനെ ഐ തിങ്ക് ഐ എം ഓണർഡ്. ഞാനത് പ്ലാൻ ചെയ്തതല്ലല്ലോ, സോ ഇറ്റ്സ് നൈസ് ടു. അതെ അതെ. അപ്പോൾ ഇപ്പം ഏറ്റവും പുതിയ വിശേഷം ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, ഒരു വെബ് സീരീസിന്റെ ഭാഗമായിട്ട് ഇപ്പം പ്രേക്ഷകരിലേക്ക് എത്താണ്. എന്താണ് അപ്പം ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്? ഫെബ്രുവരി 28 ഞങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് മലയാളം വെബ് സീരീസ്. അതിന് മുമ്പ് പേപ്പർ റോക്കറ്റ് എന്ന് പറഞ്ഞ കൃത്തിക ഉദയനിധിയുടെ ഒരു വെബ് സീരീസ് ചെയ്തു. ഇപ്പോൾ ആക്ച്വലി ഫെബ്രുവരി 28 സുഴൽ സെക്കൻഡ് പാർട്ടും അതിലും ഉണ്ട് ഞാൻ. അപ്പം തമിഴിലും മലയാളത്തിലും OTT റിലീസസ് ഒരേ ദിവസം ഉണ്ട് എനിക്ക്. അപ്പോൾ നെർവസ് ആണ്. പക്ഷേ LUC ഡെഫിനറ്റ്ലി ഒരു ബ്രീസി ഈ ഒരു ജോണറിൽ അത്ര വെബ് സീരീസ് നമ്മൾ കണ്ടിട്ടില്ല. യൂഷ്വലി സസ്പെൻസ്, ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഡോക്യൂ ആ ഒരു സോണിലാണ് കൂടുതലും വെബ് സീരീസ് ടാപ്പ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് LUCയുടെ സ്ക്രിപ്റ്റ് വിഷ്ണു എന്നെ മീറ്റ് ചെയ്ത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് തന്നെ ഫാമിലി ഡൈനാമിക്സിനെ കുറേ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചുറ്റും കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിനെ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിതിൽ ഗൗരി എന്ന് പറയുന്നൊരു ക്യാരക്ടർ തന്നെയാണ്. അത് ഇറ്റ് വിൽ ഓൾവേസ് ബി സ്പെഷ്യൽ. ഇത് ഞാൻ ഒരിക്കലും മറക്കൂല, എൻ്റെ പേര് തന്നെയാണ്. ആൻഡ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ ട്രേറ്റ്സ് LUCയിലെ ഗൗരിക്കുണ്ട്. ഇൻഡിപെൻഡൻറ്റ്, ഒരു ലിബറൽ തിങ്കിങ് മോഡേൺ വുമൻ, അത്യാവശ്യം ഒരു പെൺകുട്ടി ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രിക്റ്റ് വീട്ടിലെ എന്താ പറയുക ഷാക്കിൾസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് സ്വന്തമായിട്ടൊരു എന്താ പറയുക കരിയർ പെർസ്യൂ ചെയ്യുന്ന ഒരാളായിട്ട് ദുബായി പോയി അവിടെ കണ്ടുമുട്ടുന്ന ഒരു ക്യാരക്ടർ വിനോദിനെ പ്രണയിക്കുന്നു. അപ്പോൾ ഒരു പൈങ്കിളി പ്രണയമല്ല, ഇത് ഒരു മെച്ചോർഡായിട്ടുള്ള പ്രണയം ആൻഡ് പിന്നെ കല്യാണത്തിലോട്ട് പോകുന്ന ഒരു സ്റ്റേജാണ്. അതപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സാധാരണ എനിക്ക് നാടൻ കുറേ ചെയ്ത് ഞാൻ കുറച്ച് സാച്ചുറേറ്റ് ആയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് ആക്ച്വലി ഞാനൊരു സിറ്റി ബ്രോട്ടപ്പ് കുട്ടി ആയതുകൊണ്ട് തന്നെ ലോട്ട് ഓഫ് തിങ്സ് ഈസി ആയിരുന്നു. പിന്നെ അജു ചേട്ടൻ്റെ ക്യാരക്ടർ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ഇതിൽ. നല്ലൊരു നമ്മൾ ചുറ്റും കുറേ തന്ത വൈബ് ആൾക്കാരുണ്ടല്ലോ, അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അത് അജു ചേട്ടൻ ഭയങ്കര ക്യൂട്ടായിട്ട് അത് റെപ്രസെൻറ്റ് ചെയ്ത്. അതിൻ്റെ റൈറ്റിംഗ്, വിഷ്ണു രാഘവ് എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായൊരു ആർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എൻ്റെ ക്യാരക്ടറിന് എഴുതിയിരിക്കുന്നത് തന്നെ വെൽ റിട്ടൺ ആയിരുന്നു. പക്ഷെ എന്നാൽ പോലും വിഷ്ണു പറഞ്ഞു ഞാനൊരു എന്തൊക്കെ പറഞ്ഞാലും ഐ എം എ മാൻ, അതുകൊണ്ട് തന്നെ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ എഴുതുമ്പോൾ അതിൻ്റെതായ ഞാൻ അറിയാത്ത കുറേ ബയസസ് ഉണ്ടാവും. ഇപ്പോൾ ഗൗരിക്ക് എനി ടൈം എന്തെങ്കിലും ഓഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇൻപുട്സ് തരണം എന്നുള്ളൊരു കാര്യം പറയുന്നത് ഒരു ഡയറക്ടർ നല്ലൊരു എന്താ പറയുക കൊളാബറേറ്റീവ് ആവുമല്ലോ. അല്ലാതെ ഞാൻ എഴുതിയിരിക്കുന്നത് തന്നെ ചെയ്യൂ എന്നല്ലാതെ ഇപ്പം ചില ഡയലോഗ്സിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയാമല്ലോ, ഗൗരി ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറയുമ്പം ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ ബിക്കോസ് ഹീസ് യങ്, കുറേ കൂടെ ഈസിയാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ആൻഡ് നീരജിൻ്റെ കൂടെയും വളരെ ഈസി ആയിട്ടുള്ളൊരു കെമിസ്ട്രിയാണ്. ഹീസ് എ ഗ്രേറ്റ് ആക്ടർ. ഒരു ആർട്ടിസ്റ്റിന് എന്നൊരു നില എൻജോയ് എന്നുള്ളൊരു ആർട്ടിസ്റ്റ് ആണ്.
ബട്ട് വെൻ ഹി കംസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ എനിക്ക് തോന്നുന്നു നീരജിനെ ഈ ഒരു ഫേസ് എല്ലാവരും മിസ് ചെയ്തു. അതെ, ബോയ് നെക്സ്റ്റ് ഡോർ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു RDX കഴിഞ്ഞ ഉടനെ സൈൻ ചെയ്ത പ്രോജക്റ്റ് ആയിരുന്നു. സോ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രിയും നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന പോലെ. താങ്ക് യു. അതാണ് ഹോപ്പ്ഫുള്ളി എപ്പോഴും നമ്മൾ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുമ്പം അതിൽ റൊമാൻസ് ഉണ്ടെങ്കിൽ കുറെ കൂടെ ആ ഒരു ഐസ് ബ്രേക്ക് ആവാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഐ തിങ്ക് എനിക്കും നീരജിനും അത് കുഴപ്പമില്ലായിരുന്നു. പ്രൊഫഷണലി നമ്മൾ നോക്കുമ്പം ആ ഒരു ഓക്വേർഡ്നെസ്സിനുള്ളൊരു ടൈമും ഇല്ല. പിന്നെ ഞങ്ങൾ ആക്ച്വലി നോൺ ലീനിയർ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീരീസ് ആണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തത്. 1 and 2 ആയിരുന്നു ലാസ്റ്റ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ദുബായിയുടെ സീക്വൻസസ് ഒക്കെ വന്നപ്പോൾ റിലേറ്റീവ്ലി ഈസി ആയിരുന്നു. അത് സെക്കൻഡ് ഷെഡ്യൂൾ ആയിരുന്നു ദുബായിലെ? അതെ, ദുബായിലെ ലാസ്റ്റ് ഷെഡ്യൂളായിരുന്നു അത്. വിഷ്ണു ഇന്റൻഷനലി അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. ബിക്കോസ് ആ ഒരു റൊമാൻസിലോട്ടുള്ള ഒരു കംഫർട്ട് ബിൽഡ് ആവും ഈസി ആയിട്ട്. അതുകൊണ്ട് തന്നെ ഇന്റൻസ് സീൻസ് ആദ്യം പോവാന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു തിരിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് നൗ വി വർ ഡയറക്ട്ലി 6th എപ്പിസോഡ് ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സീൻ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഡൈനാമിക് സ്ക്രിപ്റ്റിലല്ലാതെ എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. സോ ഇറ്റ് വാസ് ചാലഞ്ചിങ് ബട്ട് ഗുഡ്. ആസ് എൻ ആക്ടർ എല്ലാ സിറ്റുവേഷനിലും അഡാപ്റ്റ് ചെയ്യണമല്ലോ. ഇപ്പം ഗൗരി ഇപ്പോൾ പറഞ്ഞ പോലെ വിഷ്ണു ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് ഗൗരിയുടെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് പറഞ്ഞല്ലേ, അതുപോലെ സ്ക്രിപ്റ്റിൽ ഇല്ലാതിരുന്നിട്ട് ഗൗരിയായിട്ട് ആഡ് ഓൺ ചെയ്ത എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടോ? ഉണ്ട്. ആക്ച്വലി LUCയിൽ പല തർക്കങ്ങളും നീരജും ഞാനും ചില സീക്വൻസസിൽ വി വർ നോട്ട് അഗ്രീയിങ്. ബിക്കോസ് നീരജിൻ്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല എൻ്റെ ആയിരിക്കില്ല വിഷ്ണുവിൻ്റെ. അപ്പോൾ ഇത് പ്രിഫേർഡ് അല്ലെങ്കിൽ പോലും സെറ്റിൽ വന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്ലൈമാക്സ് സീക്വൻസിൽ ഭയങ്കര തർക്കങ്ങളും ഇങ്ങനെ എന്തിനു പറയണം, ഇത് പറയുന്നത് ഈ ക്യാരക്ടറിന് ശരിയാണോ എന്ന് എനിക്ക് തോന്നാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ റൈറ്റിങ്ങിൽ തന്നെ ഇപ്പോൾ വിഷ്ണു 4th എപ്പിസോഡിൽ ഒരു സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ 6th മനസ്സിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഡയലോഗായിട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു തോന്നുമ്പോൾ എനിക്കത് ഫ്ലോയിൽ വന്നില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആക്ച്വലി ഇൻപുട്സിന് ഓപ്പൺ ആയിരുന്നെങ്കിൽ പോലും ആസ് എ ഡയറക്ടർ ചില കാര്യങ്ങൾ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇതൊരു നോൺ നെഗോഷ്യബിൾ ആണ്, ഇത് വേണം എന്ന് പറയുന്ന കാര്യത്തിൽ വിഷ്ണു കുറച്ച് പെർട്ടിക്കുലർ ആയിരുന്നു. അതിപ്പോൾ നീരജും ഞങ്ങൾ 3 പേരും വളരെ ഒപ്പീനിയനേറ്റഡ് ആൾക്കാരായതുകൊണ്ട് തന്നെ. ആൻഡ് എനിക്കെന്തോ ബിക്കോസ് ഐ നീഡ് ടു ബി ഹേർഡ് മോർ ബിക്കോസ് ബീങ് ദി ഓൺലി വുമൻ ഈ ഒരു ഡൈനാമിക്കിൽ ഞാൻ പറഞ്ഞു ഇത് ഗൗരിയെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പം യു നീഡ് ടു എന്താ പറയുക, എന്നോട് ഒരു ഒപ്പീനിയൻ ചോദിക്കുമ്പം ചോദിക്കാൻ വേണ്ടി ചോദിക്കാതെ അത് കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഫൈനലി വാട്ട് ഈസ് ഗുഡ് ഈസ് ദാറ്റ് ഒരു മിഡ് ഗ്രൗണ്ടിൽ എത്തി എല്ലാവരും. അല്ലാതെ ഒരു ശാഠ്യം പിടിച്ച് അല്ലാതെ വി ഓൾ അഗ്രീ ടു ഡിസഗ്രീ ആൻഡ് ദെൻ ഒരു കൺസെൻസസിലെത്തി ഞങ്ങൾ ഫൈനലി ഷൂട്ട് ചെയ്തു. ദുബായിൽ ഏറ്റവും എൻഡ് ഓഫ് ദ ടെയിൽ എൻഡിൻ്റെ ഇത് സീക്വൻസിലും ഞങ്ങളൊരു ബസ്സിലുള്ള സീനാണത്. സോ അത് ലോജിസ്റ്റിക്കലി പ്രൊഡക്ഷന് ഭയങ്കര ടെൻഷനുള്ള വരും. ദുബായിൽ ഒരു ബസ് റെൻറ്റ് ചെയ്ത് അങ്ങനത്തെ കുറേ ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു ദിവസം ഇതിങ്ങനെ മാറ്റാം അങ്ങനെ മാറ്റാം എന്ന് പറയുമ്പോൾ നമുക്ക് ടൈം ഇസ് മണി. പ്രൊഡക്ഷനിൽ ഓരോ മിനിറ്റും നമുക്ക് വാല്യുബിൾ ആണ്. പക്ഷെ നമ്മളവിടെ ഡിസ്കഷൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാനില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ഫൈനലി സീനൊക്കെ ഫൈനലായിട്ട് കാണുമ്പോൾ നമുക്ക് ഓക്കെ ഇറ്റ് വാസ് വർത്ത് ഇറ്റ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോൾ ഈ വെബ് സീരീസ് ഒരു സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് കണ്ടപ്പോഴാണേലും പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. സിനിമ പോലെ തന്നെയാണല്ലോ വെബ് സീരീസും പോകുന്നത്. സോ ഗൗരി ഇതിൻ്റെ നമുക്ക് ഷൂട്ടിന് മുന്നേ അറിയില്ലല്ലോ ഇതിൻ്റെ എങ്ങനെയായിരിക്കും പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്നൊന്നും അറിയില്ലായിരിക്കുമല്ലോ. അപ്പം ഇത് കമ്മിറ്റ് ചെയ്യാനുണ്ടായ ഒരു റീസൺ എന്തായിരുന്നു? ഇപ്പോൾ എനിക്ക് തോന്നുന്നു OTTയിൽ റിലീസാവുന്ന എല്ലാ കണ്ടന്റിനും ആ ഒരു സ്റ്റാൻഡേർഡ്, ആ ഒരു ബെഞ്ച് മാർക്ക് അവർ മീറ്റ് ചെയ്യണം. ബിക്കോസ് ഒരു ഗ്ലോബൽ ഓഡിയൻസ് ആണ് നമുക്ക്. ബോളിവുഡ്, ഫോറിൻ ലാംഗ്വേജസ് എല്ലാം ഉള്ളൊരു ഈക്വൽ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കണ്ടന്റ് ഒരിക്കലും കുറവാവാൻ പാടില്ല. ഇപ്പം മാസ്റ്റർ പീസിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി അതൊരു വെബ് സീരീസ് ആണല്ലോ ഹോട്ട്സ്റ്റാറിൽ. അതും എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി, ഒരു വെസ് ആൻഡേഴ്സൺ ഫീല് പോലെ. അതുകൊണ്ട് തന്നെ രജപുത്ര രഞ്ജിത്ത് സാറാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. പിന്നെ അജയ് കാച്ചപ്പള്ളിയാണ് ക്യാമറ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ടെക്നിക്കലി സൗണ്ട് ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഗോപി സുന്ദർ സാറാണ് മ്യൂസിക്.
അപ്പോൾ അതിലൊന്നും ഒരു കോംപ്രമൈസും കാണില്ല എന്നറിയാം. പക്ഷെ എന്നെ മെയിനായിട്ട് ഡ്രോ ചെയ്തത് ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഫാമിലി ഡൈനാമിക്സിൽ ഭയങ്കര പ്രീച്ചിയായി ഓരോ കാര്യങ്ങൾ പറയുന്നതിനേക്കാളും വളരെ ഗ്രേ ഷെയ്ഡ്സ് ഉള്ള കുറേ ക്യാരക്ടേഴ്സ് അവരുടേതായ ഫ്ലോസ് എംബ്രേസ് ചെയ്ത് ഒരു മെത്തേഡ് ഇൻ മാഡ്നെസ് ഉണ്ട് LUCയിൽ. അത് ഇമോഷൻസ് ആകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ റിലേഷൻഷിപ്പ് ഡ്രാമ. പിന്നെ വീട് പണി എന്നുള്ളൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവർക്കും ഒരു വീട് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതിൻ്റെ പിന്നിലുള്ള കുറേ ഡിഫിക്കൽട്ടീസും പ്രണയം എങ്ങും എത്താതൊരു സിറ്റുവേഷനിൽ. സോ ലൈക്ക് ആസ് എ സ്ക്രിപ്റ്റ് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഈ വീട് പണിയുടേത് മെൻഷൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഈ ഗൗരിയുടെ ക്യാരക്ടറും നീരജൻ്റെ ക്യാരക്ടറും മീറ്റ് ചെയ്ത് കഴിയുമ്പം ഗൗരി ഈ ഒരു ക്യാരക്ടറിനോട് പറയുന്നുണ്ടല്ലോ വീട് പണി ലൈക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയും ആവശ്യമായ ഒന്നാണോ എന്നുള്ളത്. അപ്പം ഗൗരിയുടെ ഓൺ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എന്താണ് അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം? ഇതിലെ ഗൗരി പറയുന്നുണ്ട് റെന്റിന് താമസിക്കുന്ന അത്ര മോശമുള്ള ഒരു പരിപാടി അല്ല എന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഹൗസിങ് ആ ഒരു ഫീൽഡിൽ അത്ര നോളജബിൾ അല്ലായിരുന്നു ഞാൻ. ബിക്കോസ് ഐ എം സ്റ്റാർട്ടിങ് മൈ കരിയർ. ഒരു വീട് ഓൺ ചെയ്യണത് ഞാനിപ്പോൾ ആലോചിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ഒരു 1-2 വർഷമായിട്ട് എൻ്റെ മനസ്സിൽ എവിടെയോ സ്വന്തമായിട്ടുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം, എൻ്റെ റൂം ഇങ്ങനെ ആവണം, എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്കും ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ പേരൻസിൻ്റെ കൂടെ വളരുമ്പം ഒരു പേഴ്സണൽ സ്പേസിൻ്റെ ഒരു കാര്യം വരുമ്പം നമ്മുടെ ഫ്രണ്ട്സിനെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ പറ്റിയ ഒരു സ്ഥലം വേണം എന്നൊക്കെ വിചാരിച്ചു. LUC ചെയ്യാൻ തുടങ്ങി അതിൻ്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ്റെ സമയത്താണ് നീരജും എല്ലാവരും ഇവ ഡിസ്കസിങ്. ആൻഡ് ഇപ്പോൾ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറുകയാണ് വീട് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഫ്ലാറ്റ്സിനേക്കാളും ഈ ഒരു സ്ഥലം വീതി വെച്ച് ഒരു വീട് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇവരെല്ലാവരും NRI പിള്ളേരെല്ലാവരും അങ്ങോട്ട് പോയി അമ്മയും അച്ഛനും മാത്രം ആ ഒരു വലിയ പടവണ്ടാരം പോലൊരു വീട്ടിൽ ലോൺലി ആയി ഫീൽ ചെയ്യുന്നു. അപ്പോൾ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതിൽ തന്നെ വിനോദിൻ്റെ അമ്മ പറയുന്നൊരിതുണ്ട്, 10 കാശ് സമ്പാദിക്കുന്നുണ്ടെന്ന് ആ വീട് കണ്ടാൽ മനസ്സിലാവണം. സോ ഇറ്റ്സ് ബിക്കം മോർ ഓഫ് എ സ്റ്റേറ്റസ് സിമ്പിൾ. അതിൽ ശരിക്കുള്ളൊരു സന്തോഷം ഉണ്ടോ എന്നൊക്കെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പം 8 മണി കഴിഞ്ഞാൽ ഡെഡാണ്. ഓരോ വീട്ടിൽ പുറത്തെ ലൈറ്റ് പോലും ഇടാറില്ല, ഇലക്ട്രിസിറ്റി. ഇപ്പം വീടുണ്ടാക്കാൻ എല്ലാവർക്കും ഭയങ്കര ആവേശമാണ്. പക്ഷെ അത് മെയിൻ്റനൻസിൻ്റെ കോസ്റ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ലോൺ അടയ്ക്കാനുള്ളൊരു ടെൻഷൻ അതൊന്നും നമ്മൾ ആരും ആലോചിക്കുന്നില്ല. സോ ദെൻ ഐ തിങ്ക് നീരജാണ് ഞങ്ങളോട് പറഞ്ഞത്, BBC-യുടെ ഒരു ആർട്ടിക്കിളോ ഡോക്യുമെൻ്ററി ഉണ്ട് ഇതിനെക്കുറിച്ച്. ഹൗ ലാൻഡ് ഈസ് ഗെറ്റിംഗ്, ഇതൊരു എൻവയൺമെൻ്റലിയും സൗണ്ട് അല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്. പല രാജ്യങ്ങൾക്കും എൻവയൺമെൻ്റലി കുറേ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇവിടെ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ സേഫ് ആണെന്ന്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയൊന്നും ഇല്ല. നാട്ടിൽ നമുക്കൊരു 10 സെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു വീട് പണിയുക. ബട്ട് വാട്ട്സ് ഹാപ്പനിങ് ഈസ് ഉള്ള 1 ഏക്കർ സെപ്പറേറ്റായി അവസാനം ഒന്നും ഇല്ലാതെ ആണല്ലോ. സോ ഓണിങ് എ ഹൗസ് ഇപ്പോഴത്തെ റിയൽ എസ്റ്റേറ്റ് സ്റ്റേറ്റസ് അനുസരിച്ച് ഇസ് നോട്ട് മേ ബി ദ ബെസ്റ്റ് തിങ്. അതും ഇതിൽ നമ്മൾ ഭയങ്കര പ്രീച്ചി ഒരു ചാപ്റ്ററായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. എല്ലാവരെയും ഒന്ന് ചിന്തിപ്പിക്കും, ഈ വീട് എന്നുള്ളൊരു ഡ്രീം റിയലിസ്റ്റിക് ആണോ, അതോ ഇതിൽ എന്തെങ്കിലും റെൻറ്റിന് താമസിക്കുമ്പം നമുക്കൊരു മാറാം, യു ആർ നോട്ട് സ്റ്റക്ക് ടു ദാറ്റ് പ്ലേസ്. 2 വർഷം കഴിഞ്ഞൊരു ചേഞ്ച് വേണമെങ്കിൽ നമുക്ക് വേറൊരു വീട്ടിലോട്ട് മാറാം. അപ്പം കുറച്ചുകൂടെ ഫ്രീ ആണ്, പക്ഷെ സ്വന്തമായിട്ട് സംതിങ് ടു കോൾ യുവർ ഓൺ ഇല്ലായിരിക്കും. അപ്പോൾ ഇറ്റ്സ് എ ഗ്യാമ്പിൾ. എല്ലാവർക്കും അതിൻ്റെതായ ഒന്ന് ആലോചിച്ച് എടുക്കേണ്ട തീരുമാനം. എനിക്കിപ്പം ഒരു സ്വന്തമായിട്ടൊരു സ്ഥലം വേണമെന്നുണ്ട്, പക്ഷേ അത്ര വലിയൊരു കമ്മിറ്റ്മെന്റ് എടുക്കാനുള്ളൊരു ഇതില്ല. എനിക്കൊന്ന് നമ്മുടെ മുന്നേ ഉള്ള ജനറേഷനാണ് കുറച്ചും കൂടെ സ്വന്തമായിട്ടൊരു വീട് സ്പേസ് എന്ന് ചിന്തിക്കുന്നത്. ജനറേഷൻ വന്നപ്പോഴാണ് മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ബാംഗ്ലൂരിലാണെങ്കിൽ എല്ലാവരും ഹൈ റെന്റ്സ് പേ ചെയ്ത ഒരു ചെറിയ സ്ഥലത്താണ്. ബട്ട് നോ വൺസ് റിയലി എക്സ്പെക്ടിങ് യു ടു ഹാവ് ഒരു സ്വന്തമായിട്ടുള്ള ഒരു വീട് എന്ന് പറയുമ്പോൾ ഒരു ഫാർഫെച്ച് ഡ്രീമായി മാറുകയാണ്. ഇപ്പം ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ ലവ് ലൈഫിനെ പറ്റി നമുക്ക് ചോദിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. നേരത്തെ ഒന്ന് ചോദിച്ചതിന്റെ എനിക്ക് കുറച്ച് കിട്ടിയതാണ്. ഞാൻ അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല. സ്റ്റിൽ ഈ ഇന്റർവ്യൂവിൽ എനിക്ക് ക്ലാരിഫൈ ആണ്, അത് ഒരു കോൺസെപ്ച്വൽ ആണ്. നിങ്ങൾ ഓരോരുത്തരും ജ്യോതിഷയോട് ഇങ്ങനെ ഭയങ്കര പേഴ്സണലായിട്ടൊന്നും അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ എല്ലാവരും ഇരുന്ന് സ്ക്രിപ്റ്റ് ചെയ്ത്
ഇതൊരു ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഷേർഷാ എൻ്റെ കോ ആക്ടറും പറഞ്ഞതും ആ ഒരു റോൾസിൽ നിന്നാണ് പറഞ്ഞത്. അതൊരു ഒട്ടും പേഴ്സണലി എടുത്തിട്ട് ഒരു മോറൽ പോളിസിങ് ചെയ്യേണ്ട കാര്യമില്ല. ദാറ്റ് വാസ് എ കോൺസെപ്റ്റ് തിങ്, ടേക്ക് ഇറ്റ് ആസ് എ ജോക്ക് എന്ന് മാത്രം പറയാനുണ്ട്. താങ്ക് യു ഫോർ ക്ലാരിഫൈങ്. ഇപ്പോഴാണെന്ന് കാണാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു ഞാൻ അറിഞ്ഞില്ലല്ലോ ഇങ്ങനത്തെ ഒരു ബാക്ക്ലാഷ് ഉണ്ടായിരുന്നു. അല്ല, ഞാനിപ്പോ യൂസ്ഡ് ആയി. അത് പറയാം, എന്തെങ്കിലും വേണം ആൾക്കാർക്ക് എന്തെങ്കിലും സംസാരിച്ചത് മറക്കും. അതെ, ഇതുപോലെ തന്നെ ഗൗരിക്കും എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഒരു എൻ്റെ ആങ്കറിങ് ലൈഫിൽ വന്നിട്ട് എനിക്ക് ഫസ്റ്റ് ടൈം ഒരു ബുള്ളിങ് അങ്ങനത്തെ ഫേസ് ചെയ്യേണ്ട വന്നത് ആ ഒരു ഇൻ്റർവ്യൂയിലൂടെ ആയിരുന്നു. അപ്പം ഇപ്പോൾ ഒരു പബ്ലിക് ഫിഗർ ആണ്, ഇത്രയും ഫെയിം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും സോഷ്യൽ മീഡിയയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനത്തെയൊക്കെ ഫേസ് ചെയ്യേണ്ട വരുന്നത്? ബുള്ളിങ്, സൈബർ ബുള്ളിങ് ഉണ്ട് ഡെഫിനറ്റ്ലി. നമ്മളൊരു എസ്പെഷ്യലി ഒരു ഫീമെയിൽ ആവുമ്പം ഓരോ ഫോട്ടോയിലെ കമൻസും പലതും ബാഡ് ടേസ്റ്റിലാണ്. അതെന്തുകൊണ്ട് ചെയ്യുന്നു? നമ്മളെ തന്നെ നമ്മൾക്കും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒരു തരം അബ്യൂസാണ് ഡെഫിനറ്റ്ലി. സോ ഫേസ് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ കണ്ടംപററീസിൻ്റെ അത്രയും ഞാൻ എഫക്റ്റ് ആയിട്ടില്ല. ഇൻ ദ സെൻസ് നമ്മൾ ഓരോ കമൻറ്റും വായിച്ച് ഓരോ DM വായിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അതിനേ സമയം ഉണ്ടാവുള്ളൂ. പക്ഷെ ഓരോ മെൻഷൻസ് ഉണ്ട് എനിക്ക് കിട്ടാറുള്ളത്, വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള മോഫ്ഡ് ഇമേജസ് ആയാലും പിന്നെ ഓരോ വീഡിയോസ് ആയാലും. അത് ഐ ഡോണ്ട് നോ വാട്ട് ജോയ് ദേ ആർ ഗെറ്റിംഗ്. അതൊരു സൈക്കോളജിക്കൽ, ഐ തിങ്ക് ദേ ഓൾ നീഡ് ഹെൽപ്പ്. ബിക്കോസ് വളരെ നമ്മളെ അത് എന്താ അതിന് പറയണേ, വോയറിസ്റ്റിക് ജോയ് എവിടുന്നോ ചിലവർക്ക് കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. നമ്മുടെ കംപ്ലീറ്റ് മൂഡ് സ്പോയിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതിന് ഒരു സ്പേസ് കൊടുക്കാൻ പാടില്ല. എനിക്ക് വെൻ ഐ സീ ഫെലോ വുമൻ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള കുറേ പേര് ഇതിലും കൂടുതൽ എഫക്റ്റ് ആകുമ്പോൾ എനിക്ക് അവരോട് എന്താ പറയണ്ടേന്ന് അറിഞ്ഞൂടാ. ജസ്റ്റ് മൂവ് ഓൺ, അതിനെ മൈൻഡ് ചെയ്യാതെ വിടുന്ന് പറയുന്നതും കുറച്ച് ഇൻസെൻസിറ്റീവ് ആയിരിക്കും. എനിക്കത് മേ ബി പറ്റുന്നുണ്ട്. ബിക്കോസ് ഞാൻ നെഗറ്റിവിറ്റി അത്ര ഫോക്കസ് ചെയ്യാറില്ല. എനിക്ക് വരുന്ന പോസിറ്റീവ് കമൻസിനെ ഞാൻ കുറേ കൂടെ ഫോക്കസ് ചെയ്ത് അതിരിക്കട്ടെ എന്ന് പറയും. പക്ഷേ ഇപ്പം അമ്മയാണെങ്കിൽ എന്നെക്കാളും എൻ്റെ കമൻസ് വായിക്കുന്ന അമ്മയാണ്, ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. സോ ആസ് എ മദർ ഓഫ് കോഴ്സ് അവർക്കൊക്കെ അത് ഭയങ്കര, നമ്മൾക്കത് പോട്ടെ പുല്ലെന്ന് പറഞ്ഞ് പോവാം. പക്ഷേ അതെ, അപ്പോൾ ഒരു ഫോണിൻ്റെ പിന്നിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും ഒട്ടും ഭയങ്കര ഒരു കവേർഡ്ലി ബിഹേവിയർ ആണത്. അതിന് ഒരു ധൈര്യമോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അവരുടെ വിചാരം ഇങ്ങനത്തെ അബ്യൂസീവ് അറ്റാക്കിങ് കമൻസ് ഒക്കെ ചെയ്യുമ്പം അവർക്ക് എന്തോ ഞാൻ എന്തോ ചെയ്തു ജയിച്ചു എന്നുള്ളൊരു ഫീലിംഗ് വളരെ അതല്ല ആക്ച്വലി. അത് അവർ മനസ്സിലാക്കിയാൽ കൊള്ളാം.